ഹലോ എവ്രി വൺ. കോർ സെൻറ്റർ ഓഫ് റിഗറസ് എക്സലൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോർഫോജനറ്റിക് റീജൺ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് റീജൺ എന്ന് പറയുന്നൊരു ടേമിൽ നിന്നും തുടങ്ങാം. റീജൺ എന്ന് പറയുമ്പം പൊതുവെ നമുക്കറിയാം ഒരു കൃത്യമായ ഹോമോജിനിറ്റി ഉള്ളതായിട്ടുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ റീജനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഒരു ഫിസിക്കലായിട്ടുള്ളതോ കൾച്ചറലായിട്ടുള്ളതോ ഫിനോമിനാസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഹോമോജിനിറ്റി ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയയ്ക്ക് ഉണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളൊരു സ്ഥലത്തെ അപേക്ഷിച്ച് ഫിസിക്കൽ ആൻഡ് കൾച്ചർ ഫിനോമിനയുടെ അടിസ്ഥാനത്തിൽ ഒരു ഹോമോജിനിറ്റി ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഏരിയാസിനെയാണ് നമ്മൾ റീജൺ എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ റീജൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫോമൽ റീജൻസും ഉണ്ട്, ഫങ്ഷണൽ റീജൻസും ഉണ്ട്. അപ്പോൾ ഫോമൽ റീജൺ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നോ അതിലധികമോ ആയിട്ടുള്ള ഫിസിക്കൽ ഓർ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സിൽ സിമിലാരിറ്റി ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള റീജൻസിനെയാണ് നമ്മൾ ഫോമൽ റീജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫോമൽ റീജൻ ആണ് മോർഫോജനറ്റിക് റീജൻ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാർജ് ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ഏരിയയിൽ ക്ലൈമറ്റിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം രൂപീകൃതമാകുന്ന ലാൻഡ് ഫോംസിന് ഒരു സിമിലാരിറ്റി ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ക്ലൈമറ്റിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം ഒരു സെയിം ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു ലാൻഡ് ഫോമുകൾ ഒരു പ്രദേശത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മേഖലകളെയാണ് നമ്മൾ മോർഫോജനറ്റിക് റീജൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, മോർഫോജനറ്റിക് റീജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം അവിടെ ക്ലൈമറ്റ് ജിയോമോർഫിക് ആയിട്ടുള്ള ഏജൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ അവിടെ സിമിലർ ആയിട്ടുള്ള ചില പാറ്റേൺസ് അല്ലെങ്കിൽ ലാൻഡ് ഫോമുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അത്തരത്തിൽ ക്ലൈമറ്റ് ജിയോമോർഫോളജിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് രൂപീകൃതമാകുന്ന ലാൻഡ് ഫോമിനെയാണ് മോർഫോജനറ്റിക് റീജൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ടെമ്പറേച്ചറും പ്രസിപ്പിറ്റേഷനുമായിരിക്കും ഇത്തരം ജിയോമോർഫിക് പ്രോസസ്സുകളെ ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ റീജൻസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് അവിടുത്തെ ലാൻഡ് ഫോമിനെയും പ്രോസസ്സിനെയും ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റീജൻസിനെയാണ് നമ്മൾ മോർഫോ ക്ലൈമറ്റിക് റീജൻസ് അല്ലെങ്കിൽ മോർഫോജനറ്റിക് റീജൻസ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത്തരം റീജനിൽ ഒരു ജിയോമോർഫോളജിയുടെയും ക്ലൈമറ്റിൻ്റെയും ഒരു ഇക്വിലിബ്രിയത്തിൽ ധാരാളമായിട്ടുള്ള ലാൻഡ് ഫോമുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് മോർഫോജനറ്റിക് റീജൻ എന്ന് നമുക്ക് നോക്കാം. മോർഫോജനറ്റിക് റീജൻ എന്ന് പറയുന്ന സമയത്ത് ദ മോർഫോജനറ്റിക് റീജൻസ് ആർ ഏരിയാസ് വേർ ഡിസ്റ്റിങ്ക്റ്റീവ് ജിയോമോർഫിക് പ്രോസസ്സസ് ഓപ്പറേറ്റ് അണ്ടർ എ പർട്ടിക്കുലർ ക്ലൈമറ്റ് ആൻഡ് പ്രൊഡ്യൂസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ലാൻഡ്സ്കേപ്പ് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു മോർഫോജനറ്റിക് റീജൻ എന്ന് പറയുന്ന സമയത്ത് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റിൻ്റെ അണ്ടറിൽ നടക്കുന്ന ജിയോമോർഫിക് പ്രോസസ്സുകൾ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പുകളെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള റീജനെയാണ് നമ്മൾ മോർഫോജനറ്റിക് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ പല സ്ഥലത്തും ഇപ്പോൾ മോർഫോ ക്ലൈമറ്റിക് റീജൻസിനെയും മോർഫോജനറ്റിക് റീജണും ഒരു കോമൺ ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ മോർഫോ ക്ലൈമറ്റിക് റീജണും മോർഫോജനറ്റിക് റീജണും രണ്ടാണ് എന്നുള്ളൊരു അഭിപ്രായവും ജോഗ്രഫേഴ്സിൻ്റെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മോർഫോജനറ്റിക് റീജൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് ജിയോമോർഫിക് ആയിട്ടുള്ളൊരു പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പം ഹെവി റെയിൻഫോൾ ഉള്ള സ്ഥലങ്ങൾ, ഓക്കെ, അതൊരു ലൈം സ്റ്റോൺ റീജൺ ആണെങ്കിൽ അവിടെ നടക്കുന്നത് കെമിക്കൽ വെതറിങ് കാരണം രൂപീകൃതമാകുന്നതായിട്ടുള്ള ലാൻഡ് ഫോമുകളായിരിക്കും. ഓക്കെ, ഇനി ചൂട് കൂടിയ സ്ഥലമാണെങ്കിൽ അവിടെ മെക്കാനിക്കൽ വെതറിങ് ആയിരിക്കും നടക്കുന്നുണ്ടാവുക. ഇനി വളരെയധികം വെജിറ്റേഷൻസ് ഗ്രോ ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ളൊരു ക്ലൈമറ്റ് ഉള്ള മേഖലയാണെങ്കിൽ അവിടെ നടക്കുന്നത് ബയോളജിക്കൽ ആയിട്ടുള്ള വെതറിങ് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ വെതറിങ്ങിലുള്ള വേരിയേഷൻസ് അവിടെയുള്ള ഏജൻസിനെയും സഹായിക്കാറുണ്ട്. ഓക്കെ, അപ്പം വളരെ നന്നായിട്ട് റെയിൻഫോളുള്ള നന്നായിട്ട് ടെമ്പറേച്ചറുള്ള സ്ഥലമാണെങ്കിൽ വെജിറ്റേഷൻ വളരെ കൂടുതലായിരിക്കും. സോ ആ ഭാഗത്ത് ഉണ്ടാവുന്നത് പ്രധാനമായിട്ടും ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ് ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ എയോലിയൻ ലാൻഡ് ഫോംസ് ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇനി പ്രസിപ്പിറ്റേഷൻ കുറഞ്ഞ ടെമ്പറേച്ചർ വളരെയധികം കൂടിയിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ രൂപീകൃതമാകുന്നത് എയോലിയൻ ലാൻഡ് ഫോംസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ക്ലൈമറ്റ് ജിയോമോർഫിക് ആയിട്ടുള്ള പ്രോസസ്സുകളെ
ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ലാൻഡ് ഫോം റീജിയൻസിനെയാണ് മോർഫോജെനറ്റിക് റീജിയൻ എന്തുകൊണ്ട് പറയുന്നത്. ഇവിടെ ജിയോമോർഫോളജിയും ക്ലൈമറ്റോളജിയും തമ്മിലുള്ള ഒരു കൊറിലേഷനാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ റീജിയനകത്ത് പഠിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തോൺബറിയുടെ പ്രധാനപ്പെട്ട ഒരു ഡെഫിനേഷനാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ദ കോൺസെപ്റ്റ് ഓഫ് മോർഫോജെനറ്റിക് റീജിയൻ ഈസ് ദാറ്റ് അണ്ടർ എ സെർട്ടൈൻ സെറ്റ് ഓഫ് ക്ലൈമറ്റിക് കണ്ടീഷൻസ് particular geomorphic processes will predominate and hence will give to the landscape of a region characteristics that will set it off from those of other areas developed under different climatic conditions എന്നുള്ളതാണ്. അപ്പോൾ തോൺബറി 1954 പറഞ്ഞൊരു അഭിപ്രായമാണ് മോർഫോജെനറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. അവിടെ സെർട്ടൈൻ ആയിട്ടുള്ളൊരു ക്ലൈമറ്റിക് കണ്ടീഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ രൂപീകൃതമാകുന്നതായ ലാൻഡ് ഫോമുകൾ മറ്റൊരു ക്ലൈമറ്റിക് റീജിയൻസിൽ രൂപീകൃതമാകുന്ന ലാൻഡ് ഫോമിനെ അപേക്ഷിച്ച് ഡിഫറൻസ് ഉണ്ടാവും. അത് ആ ഒരു പ്രദേശത്തിന് യുണീക്കായിട്ടുള്ളൊരു സ്വഭാവത്തെ നൽകുകയും അതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്തെ നമുക്കൊരു റീജിയൻ ആയിട്ട് അത് ഹോമോജിനിറ്റിയാണ്. ലാൻഡ് ഫോമിൻ്റെ ക്രിയേഷനിൽ വരുന്നൊരു ഹോമോജിനിറ്റിയാണ്, ക്ലൈമറ്റിൻ്റെ ഇൻഫ്ലുവൻസിൽ വരുന്നൊരു ഹോമോജിനിറ്റി ഉള്ളൊരു പ്രദേശമായിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് തോൺബറിയുടെ അഭിപ്രായം എന്ന് പറയുന്നത്. സോ മോർഫോജെനറ്റിക് റീജിയൻ എന്ന് പറയുന്നത് ഒരു കോൺസെപ്ച്വൽ ടൂളാണ്. ജിയോമോർഫോളജിസ്റ്റിന് ക്ലൈമറ്റിക് ഫിനോമിനയുമായിട്ട് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന, അതിൻ്റെ പ്രോസസ്സും ലാൻഡ് ഫോംസും അതിൻ്റെ റീജിയൻസിനെ കുറിച്ചും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു കോൺസെപ്ച്വൽ ടൂളാണ് മോർഫോജെനറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മോർഫോജെനറ്റിക് റീജിയനുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസും ഡിഫറൻ്റ് ആയിട്ടുള്ള ജോഗ്രഫേഴ്സ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്ന ഒന്നാണ് വാൾട്ടർ പെങ്ക്. 1909 അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹം ക്ലൈമറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 3 സോണുകളെ അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. എറിഡ്, ഹ്യൂമിഡ് ആൻഡ് നൈവൽ സോൺ എന്ന് പറയുന്ന സോണുകളാണ്. അപ്പോൾ ഇവിടെ നൈവൽ സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമനൻ്റ്ലി സ്നോ കവേർഡ് ആയിട്ടുള്ള റീജിയൻസിനാണ് നൈവൽ സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ക്ലൈമറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ഒരു റീജിയനെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ പ്ലൂവിയൽ എന്ന് പറയുന്നൊരു ടേം അദ്ദേഹം കോയിൻ ചെയ്തതും മോർഫോജെനറ്റിക് റീജിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാവുന്നതാണ്. കാരണം ഇപ്പം ടെമ്പറേറ്റ് ആയിട്ടുള്ള റീജിയനിൽ ഒരു ഗ്ലേഷ്യർ പീരീഡുകൾ സംഭവിച്ചതുപോലെ തന്നെ, ഒരു ഐസേജ് സംഭവിച്ചതുപോലെ തന്നെ ഒരു ട്രോപ്പിക്കൽ ആയിട്ടുള്ള റീജിയനിൽ ഹെവി റെയിൻഫോളിൻ്റെ ഒരു ടൈം പീരീഡ് കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് ഈ പ്ലൂവിയൽ എന്ന ടേം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ദെൻ ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു ജോഗ്രഫറാണ് ജൂലിയസ് ബെഡൽ എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹമാണ് മോർഫോജെനറ്റിക് റീജിയൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് പുട്ട് ഫോർവേഡ് ചെയ്യുകയും ക്ലൈമറ്റും ലാൻഡ് ഫോമും തമ്മിൽ വളരെ അഭേദ്യമായൊരു ബന്ധമുണ്ട് എന്ന് ആദ്യമായിട്ട് സ്ഥാപിക്കുകയും ചെയ്തത് ജൂലിയസ് ബ്യൂഡൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. ദെൻ അടുത്താണ് പെൽറ്റിയർ. ഈ പ്രസിപ്പിറ്റേഷനെയും ടെമ്പറേച്ചറിനെയും ബേസ് ചെയ്തുകൊണ്ട് ഒരു പ്രോസസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ തന്നെ ഡിറൈവ് ചെയ്ത വ്യക്തിയാണ് പെൽറ്റിയർ എന്ന് പറയുന്നത്. ദെൻ ചോർലി എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റിക് റെജിംസ് ജിയോമോർഫിക് പ്രോസസ്സസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും അതെങ്ങനെയാണ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ് ഫോംസിൻ്റെ ക്രിയേഷന് കാരണമാവുകയും ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് 1984 ചോർലി പഠനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം വാൾട്ടർ പെങ്കും ബ്യൂഡലും പെൽറ്റിയറും ചോർലിയും ഒക്കെ തന്നെ മോർഫോജെനറ്റിക് റീജിയനുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ വളരെ വലിയ കോൺട്രിബ്യൂഷൻസ് നൽകിയ വ്യക്തിയാണ്. പ്രത്യേകിച്ച് ജൂലിയസ് ബ്യൂഡൽ അദ്ദേഹമാണ് ഈ ഒരു മോർഫോജെനറ്റിക് റീജിയൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. ക്ലൈമറ്റും ലാൻഡ് ഫോമും തമ്മിലുള്ള ഒരു ഇൻ്റർ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആദ്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നതും ഇദ്ദേഹം തന്നെയാണ് എന്നുള്ളതാണ്. ഇനി അടുത്തായിട്ട് ഈ മോർഫോജെനറ്റിക് റീജിയൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ലാൻഡ് ഫോമും ക്ലൈമറ്റും തമ്മിലുള്ള ബന്ധത്തെ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ഉപയോഗം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് ലാൻഡ് ഫോം ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇത് ജിയോമോർഫോളജിക്കൽ സ്റ്റഡീസിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻവയോൺമെൻറ്റ് ആൻഡ് റീജിയണൽ പ്ലാനിങ്ങിൽ എങ്ങനെയാണ് ഇപ്പോൾ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിയെ ഫോക്കസ് ചെയ്യുന്നതിനും റീജിയണൽ പ്ലാനിങ് ചെയ്യുന്നതിനുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ക്ലൈമറ്റ് എങ്ങനെയാണ് ലാൻഡ് ഫോം ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുയോജ്യമായിട്ടുള്ള തരത്തിലുള്ള അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും റെഡിയാക്കാനുള്ളൊരു
പ്ലാനിങ് നടത്താൻ ഇത്തരത്തിലുള്ള പഠനങ്ങൾ വളരെയധികം യൂസ്ഫുൾ ആണ് എന്നുള്ളതാണ്. ദെൻ അടുത്തത് ഹസാർഡ് അസസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ക്ലൈമറ്റ് എന്താണ് അവിടുത്തെ, ആ ക്ലൈമറ്റും അതിനനുയോജ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ലാൻഡ് ഫോമിനെയും മനസ്സിലാക്കുക വഴി അവിടെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്നതായ ഹസാർഡ്സ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വളരെ ഉപകാരപ്രദമായിരിക്കും ഈ മോർഫോജനറ്റിക് റീജിയൻസിൻ്റെ പഠനം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ക്ലൈമറ്റും ലാൻഡ്സ്കേപ്പിൻ്റെ എവല്യൂഷനും തമ്മിലുള്ള ഒരു ലിങ്ക് പഠിക്കുക എന്നുള്ളത് ചുരുക്കത്തിൽ ആ ഒരു റീജിയൻ്റെ സസ്റ്റൈനബിലിറ്റിയെയും ആ റീജിയൻ്റെ ഡെവലപ്മെൻറ്റിനെയും ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും സ്വാധീനിക്കും എന്നുള്ളതാണ്. സോ മോർഫോജനറ്റിക് റീജിയൻസിൻ്റെ പഠനത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. അത് ഒരു റീജിയൻ്റെ ഡെവലപ്മെൻറ്റിനെയും അതുപോലെ തന്നെ അതിൻ്റെ മുന്നോട്ട് പോക്കിനെയും ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. മോർഫോജനറ്റിക് റീജിയൻസുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നത് പെൽറ്റിയർ ആണ്. 1950 അദ്ദേഹം പ്രോസസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഈ ഒരു ഇതിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഈ മോർഫോജനറ്റിക് റീജിയൻസിനെ അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തത് ഒന്ന് മീൻ ആനുവൽ ടെമ്പറേച്ചറിൻ്റെ അടിസ്ഥാനത്തിലും മീൻ ആനുവൽ ആയിട്ടുള്ള പ്രസിപ്പിറ്റേഷൻ്റെ അടിസ്ഥാനത്തിലുമാണ്. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിഫൈഡ് ക്ലൈമറ്റിക് റേഞ്ചസ് വിത്തിൻ വിച്ച് മേജർ ജിയോമോർഫിക് പ്രോസസ്സസ് ഓപ്പറേറ്റ്സ് എന്നുള്ളതാണ്. അപ്പം 6 മേജർ ജിയോമോർഫിക് പ്രോസസ്സാണ് ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അപ്പം പെൽറ്റിയർ 1950 പ്രോസസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്തു. മീൻ ആനുവൽ ടെമ്പറേച്ചറിനെയും പ്രസിപ്പിറ്റേഷനെയും ബേസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെൽറ്റിയറിൻ്റെ സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഒന്ന് പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അപ്രോച്ചാണ്. കാരണം മോർഫോജനറ്റിക് ആയിട്ടുള്ള പ്രോസസ്സിനെയാണ് അദ്ദേഹം കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. അവിടുത്തെ ലാൻഡ് ഫോം ജിയോമെട്രി അല്ല, മറിച്ച് മോർഫോജനറ്റിക് ആയിട്ടുള്ള പ്രോസസ്സ് ഏത് പ്രോസസ്സാണ് അപ്പം പ്രോസസ് ഓറിയൻറ്റഡ് അപ്രോച്ചിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ്സ് പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് ജിയോമോർഫിക് ഏജൻറ്റ്സ് ആൻഡ് പ്രോസസ്സസ് എന്നുള്ളതാണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജിയോമോർഫിക് ഏജൻസുകളെയും പ്രോസസ്സുകളെയും ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതും. സോ അതുകൊണ്ട് തന്നെ പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിനെയാണ് പെൽറ്റിയേഴ്സിൻ്റെ സിസ്റ്റം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ക്ലൈമറ്റിക് കൺട്രോൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ടെമ്പറേച്ചറിൻ്റെ കൺട്രോളിനെയും റൈൻഫോളിൻ്റെ കൺട്രോളിനെയും ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റഡി നടക്കുന്നത്. ഇപ്പോൾ ടെമ്പറേച്ചർ കൺട്രോൾ എന്ന് പറയുമ്പോൾ ഫ്രോസ്റ്റ് ആക്ഷൻ, കെമിക്കൽ വെതറിങ്, ഗ്ലേഷ്യൽ പ്രോസസ് തുടങ്ങിയവയും റൈൻഫോളിൻ്റെ കൺട്രോൾ കാരണം ഉണ്ടാവുന്നത് ഫ്ലൂവിയൽ ഇറോഷനും മാസ് വേസ്റ്റിങ്ങും വെതറിങ് ഇൻറ്റൻസിറ്റിയെ അത് സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെയാണ് അദ്ദേഹം പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഇതുമായി ഈ പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അപ്രോച്ചും ക്ലൈമറ്റിക് കൺട്രോളും മനസ്സിലാക്കുക വഴി ഒരു ഗ്രാഫിക്കൽ മോഡൽ അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അത് പ്രകാരം ഒരു ഗ്രാഫ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. അതിനകത്ത് എക്സ് ആക്സിസിൽ മീൻ ആനുവൽ റെയിൻഫോളിനെയും വൈ ആക്സിസിൽ മീൻ ആനുവൽ ടെമ്പറേച്ചറിനെയും പ്ലോട്ട് ചെയ്തുകൊണ്ടാണ് പെൽറ്റിയർ അദ്ദേഹത്തിൻ്റെ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പെൽറ്റിയറിൻ്റെ അഭിപ്രായത്തിൽ 9 പ്രധാനപ്പെട്ട മോർഫോജനറ്റിക് റീജിയൻസ് ആണുള്ളത്. ഒന്ന് ഗ്ലേഷ്യൽ റീജിയൻസ്, 2 പെരിഗ്ലേഷ്യൽ റീജിയൻ, ദെൻ ബോറിയൽ റീജിയൻ, മാരിടൈം റീജിയൻ, സെൽവ റീജിയൻ, സാവന്ന റീജിയൻ, സെമി എറിഡ് റീജിയൻ, എറിഡ് റീജിയൻ ആൻഡ് മോഡറേറ്റ് റീജിയൻ ആണ്. അപ്പോൾ ഗ്ലേഷ്യൽ റീജിയൻ എന്ന് പറയുമ്പം ഗ്ലേഷ്യൽ ഇറോഷൻ ആൻഡ് അതുപോലെ തന്നെ പെർമനൻറ്റ് സ്നോ ഡൊമിനേറ്റ് ചെയ്തിരിക്കുന്ന റീജിയൻസിനെയാണ് ഗ്ലേഷ്യൽ റീജിയൻ എന്തുകൊണ്ട് അർത്ഥമാക്കിയത്. ദെൻ പെരിഗ്ലേഷ്യൽ എന്ന് പറയുമ്പം ഫ്രോസ്റ്റ് ആക്ഷൻ ആൻഡ് മാസ് മൂവ്മെൻ്റ് ആണ് അവിടെ പ്രധാനമായിട്ടും ഉണ്ടാവുക. ബോറിയൽ റീജിയൻ എന്ന് പറയുമ്പം മോഡറേറ്റ് ഫ്രോസ്റ്റ് ആൻഡ് ഫ്ലൂവിയൽ ആക്ഷൻ ആയിരിക്കും. മാരിടൈം റീജിയൻ എന്ന് പറയുമ്പം സ്ട്രോങ് മാസ് മൂവ്മെൻറ്റ് ആൻഡ് ഫ്ലൂവിയൽ പ്രോസസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഓരോ സ്ഥലങ്ങളിലെയും ടെമ്പറേച്ചറിനും ആനുവൽ റെയിൻഫോളിനും വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ദെൻ സെൽവ റീജിയൻസിൽ ഇൻറ്റൻസ് ആയിട്ടുള്ള വെതറിങ് ആൻഡ് സ്ലോ പ്രോസസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള പ്രോസസ്സുകൾ. ഇതൊക്കെയാണ് അവിടുത്തെ ടെമ്പറേച്ചറിലും അതുപോലെ തന്നെ റെയിൻഫോളിലും വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സാവന്ന റീജിയൻ എന്ന് പറയുമ്പം സീസണൽ ഫ്ലൂവിയൽ ആൻഡ് വിൻഡ് ആക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. സെമി എറിഡ് റീജിയനിൽ വിൻഡ് ആൻഡ് എപ്പിസോഡിക് ഫ്ലൂവിയൽ ആക്ഷൻസും എറിഡ് റീജിയനിൽ സ്ട്രോങ് എയോലിയൻ പ്രോസസ് ആൻഡ് വീക്ക് ഫ്ലൂവിയൽ ആക്ഷൻസും ആയിരിക്കും. മോഡറേറ്റ് ആയിട്ടുള്ള റീജിയൻസിൽ സ്ട്രോങ് ഫ്ലൂവിയൽ ആക്ഷനും അതുപോലെ തന്നെ മോഡറേറ്റ് മാസ് മൂവ്മെൻറ്റും സ്ലൈറ്റ് ആയിട്ടുള്ള ഫ്രോസ്റ്റ് ആക്ഷനും വിൻഡ് ആക്ഷൻ അവിടെ സിഗ്നിഫിക്കൻസ് ഇല്ല എന്നുള്ളതുമാണ്. സോ ഇതൊക്കെയാണ് പെൽറ്റിയറുടെ അഭിപ്രായത്തിലുള്ള മേജർ ആയിട്ടുള്ള മോർഫോജനറ്റിക് റീജിയൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോർഫോ ക്ലൈമറ്റിക് സോൺസ് ആണ്.
അപ്പം ജൂലിയസ് ബ്യൂഡലിൻ്റെ മോർഫോ ക്ലൈമറ്റിക് സോൺസ് ആണ് നമ്മളിനി നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് മോർഫോജനറ്റിക് റീജിയൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ജിയോമോർഫിക് പ്രോസസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നും, മോർഫോ ക്ലൈമറ്റിക് റീജിയൻസ് എന്ന് പറയുന്ന സമയത്ത് ക്ലൈമറ്റിനെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജിയോമോർഫിക് പ്രോസസ്സിനെ അപേക്ഷിച്ച് ക്ലൈമറ്റിനെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നതാണ് മോർഫോ ക്ലൈമറ്റിക് സോൺസ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ ചില ജോഗ്രഫേഴ്സിനെ സംബന്ധിച്ച് രണ്ടും ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിനോണിമമായിട്ട് ഉപയോഗിക്കുന്ന ടേംസ് ആണ്. പക്ഷേ ചില ജോഗ്രഫേഴ്സിനെ സംബന്ധിച്ച് മോർഫോജനറ്റിക് ആൻഡ് മോർഫോ ക്ലൈമറ്റിക് എന്ന് പറയുന്നത് രണ്ടും വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് സെക്ഷൻസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോർഫോജനറ്റിക് എന്ന് പറയുന്ന സമയത്ത് മോർഫോ എന്നുള്ള ടേമിൻ്റെ അർത്ഥം ഫോം എന്നും ജനറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിൻ എന്നുമാണ്. സോ ഇത് പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് മോർഫോജനറ്റിക് റീജിയൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നത്. ഇപ്പം പെൽറ്റിയറിൻ്റെ ക്ലാസിഫിക്കേഷനിലൊക്കെ നമ്മൾ അത്തരത്തിലുള്ളൊരു പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇനി മോർഫോ ക്ലൈമറ്റിക് എന്ന് പറയുമ്പം അവിടെ ക്ലൈമറ്റിനാണ് കുറച്ചുകൂടെ പ്രീഡോമിനൻസ് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ബ്യൂഡലിൻ്റെ 1944-ലും 48-ലും അദ്ദേഹം മോർഫോ ക്ലൈമറ്റിക് സോൺസ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സിസ്റ്റം ക്ലൈമറ്റിക് ജിയോമോർഫോളജി സിസ്റ്റം ഡർ ക്ലൈമറ്റീഷ്യൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ കോർ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് ഫോംസ് ആർ സ്ട്രോങ്ലി കൺട്രോൾഡ് ബൈ ക്ലൈമറ്റ് എന്നുള്ളതാണ്. ഈച്ച് മോർഫോ ക്ലൈമറ്റിക് സോൺ ഹാസ് എ ഡിസ്റ്റിങ്ക്റ്റീവ് ജിയോമോർഫിക് പ്രോസസ്സ് എന്നുള്ളതുമാണ്. അപ്പോൾ ലാൻഡ് ഫോംസ് ക്ലൈമറ്റിനാൽ വളരെയധികം സ്ട്രോങ്ലി കൺട്രോൾ ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്നും ഓരോ മോർഫോ ക്ലൈമറ്റിക് സോൺസിനും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജിയോമോർഫിക് പ്രോസസ്സുകളാണ് ഉള്ളത് എന്നുമാണ് ബെഡൽ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഓരോ ഇതിനകത്ത് നടക്കുന്ന പ്രോസസ്സുകൾക്ക് പരസ്പരം ഒരു ഇൻ്റർ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുമാണ് പറയുന്നത്. അതായത് ജിയോമോർഫിക് പ്രോസസ്സസ് ഇൻ എ റീജിയൻ ആർ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു റീജിയനകത്ത് നടക്കുന്ന ജിയോമോർഫിക് പ്രോസസ്സുകൾ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പം റിവർ വർക്ക് ഡിപ്പെൻഡ്സ് ഓൺ റിലീഫ് ആൻഡ് സ്ലോപ്പ് കണ്ടീഷൻ ആണ്. ഓക്കെ, അപ്പോൾ പ്രസിപ്പിറ്റേഷൻ ആണെങ്കിൽ റിവർ ഡിസ്ചാർജിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സെഡിമെൻറ്റ് ലോഡ് ഓഫ് റിവർ ഡിപ്പെൻഡ്സ് മെയിൻലി ഓൺ സ്ലോപ്പ്, റൺ ഓഫ് ആൻഡ് ചാനൽ ക്യാരക്ടറിസ്റ്റിക്സിനൊക്കെയാണ്. സോ അദ്ദേഹം പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ക്ലൈമറ്റിന് ലാൻഡ് ഫോം ക്ലൈമറ്റും പരസ്പരമായിട്ടുള്ള ഒരു ഇൻ്റർ റിലേഷൻഷിപ്പ് ഉണ്ട്. ഒരു റീജിയനകത്ത് നടക്കുന്ന ജിയോമോർഫിക് പ്രോസസ്സുകൾ തമ്മിൽ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം ഇപ്പം റിവർ ആണെന്നുണ്ടെങ്കിൽ റിലീഫും സ്ലോപ്പ് കണ്ടീഷനെയും ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം റിവറിനകത്ത് വരുന്ന സെഡിമെൻറ്റ് ലോഡ് എന്ന് പറയുന്നത് സ്ലോപ്പിനെയും റൺ ഓഫിനെയും അതുപോലെ തന്നെ ചാനലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയും ഫോക്കസ് ചെയ്തിട്ട് നിൽക്കുന്നതാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മോർഫോ ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷൻ പുട്ട് ഫോർവേഡ് ചെയ്യുന്നു, പ്രപ്പോസ് ചെയ്യുന്നു. അതിൽ 8 ടെറസ്ട്രിയൽ റീജിയൻസും 10 സബ് റീജിയൻസിനെയുമാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം ബെഡലിൻ്റെ മോർഫോ ക്ലൈമറ്റിക് സോൺസ് നമുക്ക് നോക്കാം. ഒന്ന് ഗ്ലേഷ്യർ സോൺ, ഫ്രോസ്റ്റ് റബിൾ അഥവാ പെരിഗ്ലേഷ്യൽ സോൺ, ദെൻ ടുണ്ട്ര സോൺ ഉണ്ട്, എക്സ്ട്രാ ട്രോപ്പിക്കൽ മെച്വർ സോയിൽ സോൺ ഉണ്ട്. ഇതിനകത്ത് വരുന്ന 10 പ്രധാനപ്പെട്ട സബ് റീജിയൻസ് ആണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പം എക്സ്ട്രാ ട്രോപ്പിക്കൽ മെച്വർ സോയിൽ സോണിനകത്ത് വരുന്നതാണ് മാരിടൈം ടെമ്പറേറ്റ്, സബ് പോളാർ, പെർമാഫ്രോസ്റ്റ്, കോണ്ടിനെൻ്റൽ സ്റ്റോണ്, സ്റ്റെപ്പി സോൺ തുടങ്ങിയവയൊക്കെ. ദെൻ അടുത്തത് 5ാമത്തത് മെഡിറ്ററേനിയൻ ട്രാൻസിഷൻ സോൺ ഉണ്ട്, എറിഡ് റബിൾ സോൺ ഉണ്ട്. അതിനകത്ത് വരുന്ന സബ് കാറ്റഗറിയാണ് ട്രോപ്പിക്കൽ ഇൻസെൽബർഗ് ഓർ പെഡിമെന്റ് ഡെസേർട്ട്, എക്സ്ട്രാ ട്രോപ്പിക്കൽ ഡെസേർട്ട് വരുന്നുണ്ട്, ഹൈ ആൾട്ടിറ്റ്യൂഡ് കൂൾ ഡെസേർട്ട് വരുന്നുണ്ട്. ദെൻ 7ാമത്തെ ഒരു ക്ലാസിഫിക്കേഷനാണ് വാഷ് പ്ലെയിൻ സോൺ എന്ന് പറയുന്നത്. ഹ്യൂമിഡ് സാവന്നയാണ് വാഷ് പ്ലെയിൻ സോൺ എന്നുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. അതിനകത്ത് വരുന്ന ഒരു സബ് റീജിയൻ ആണ് ട്രോപ്പിക്കൽ ഷീറ്റ് വാഷ് സോണ്, സബ് ട്രോപ്പിക്കൽ ഷീറ്റ് വാഷ് സോണ് തുടങ്ങിയവ. ദെൻ 8ാമത്തെ ഒരു ടെറസ്ട്രിയൽ സോൺ ആണ് ഇന്റർ ട്രോപ്പിക്കൽ മെച്വർ ഇക്വിറ്റോറിയൽ സോയിൽ സോൺ എന്ന് പറയുന്നത്. അടുത്ത മോർഫോ ക്ലൈമറ്റിക്കിൻ്റെ ക്ലൈമറ്റിക് റീജിയൻസിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത് CA കോട്ടൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ്. 1942 ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഡെവിയേഷൻ സൈക്കിൾ ഓഫ് ഇറോഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഒരു മോർഫോ ക്ലൈമറ്റിക് റീജിയൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും 6 മോർഫോ ക്ലൈമറ്റിക് റീജിയൻസ് ആണുള്ളത്. 4 മെയിനും അതുപോലെ തന്നെ 2 ട്രാൻസിഷണൽ ആയിട്ടുള്ള മോർഫോ ക്ലൈമറ്റിക് സോൺസുമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ റീജിയൻസിനും ഒരു മെച്വർ ലാൻഡ് ഫോമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഒരു യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിനകത്ത് വരുന്ന മെയിൻ ടൈപ്സ് എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമിഡ് ടെമ്പറേറ്റ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്. ഇത് ടിപ്പിക്കൽ ഡെവിയേഷൻ ലാൻഡ് ഫോംസ് ആണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. ദെൻ ഗ്ലേഷ്യൽ ആയിട്ടുള്ളത് ഗ്ലേഷ്യൽ സൈക്കിളാണ് അതിനകത്ത് വരുന്നത്. പെരിഗ്ലേഷ്യൽ ലാൻഡ് ഫോംസിനെ ഇത് എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ എറിഡ് ആയിട്ടുള്ളൊരു റീജിയൻ വരുന്നുണ്ട്. ഇത് ഇൻറ്റീരിയർ ഡ്രൈനേജ്, പെഡിമെൻസിൻ്റെ ഏരിയാസ്, ബജാഡാസ്, ബേസിൻ ക്യാപ്സ്
ക്യാപ്ചർ, സ്ലോപ്പ് റിട്രീറ്റിൻ്റെ ഭാഗങ്ങൾ, ഫ്ലൂവിയൽ ആൻഡ് എയോലിയൽ പ്രോസസ്സാണ് ഇവിടെ പ്രധാനമായിട്ടും ഡൊമിനൻ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദെൻ അടുത്തതായിട്ട് വരുന്നത് ഒരു സാവന്ന റീജിയൻ ആണ്. ഇത് ഫ്ലാറ്റ് പ്ലെയിൻസ് വിത്ത് അബ്രപ്റ്റ് ഇൻസൽബർഗ്സ് എന്നുള്ളതാണ് സാവന്ന റീജിയൻ്റെ പ്രത്യേകതയായിട്ട് വരുന്നത്. ഇനി ഇതിനകത്ത് വരുന്ന രണ്ട് പ്രധാനപ്പെട്ട ട്രാൻസിഷണൽ ടൈപ്സ് ആണ് ഹ്യൂമിഡ് ട്രോപ്പിക്കൽ സോണും അതുപോലെ തന്നെ സെമി എറിഡ് ആയിട്ടുള്ള റീജിയണും. ഹ്യൂമിഡ് ട്രോപ്പിക്കൽ എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് എ ട്രാൻസിഷണൽ സോൺ ബിറ്റ്വീൻ ഓർ റീജിയൻ ബിറ്റ്വീൻ നോർമൽ ആൻഡ് സാവന്ന കണ്ടീഷൻ. അപ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള സിറ്റുവേഷനെയും ഒരു ഹ്യൂമിഡ് ടെമ്പറേറ്റ് സിറ്റുവേഷനും സാവന്നയിലേക്ക് ട്രാൻസ്ഫർ ആവുന്ന ട്രാൻസിഷൻ നടത്തുന്നതിൻ്റെ ഇടയിലുള്ളൊരു സോണിനെയാണ് ഹ്യൂമിഡ് ട്രോപ്പിക്കൽ എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. ദെൻ സെമി എറിഡ് എന്ന് പറയുമ്പം ഇത് എറിഡിന് സിമിലർ ആണ്, പക്ഷേ ഇവിടെ സ്റ്റീപ്പർ പെഡിമെൻറ്റ്സ് ആൻഡ് ലെസ് അബ്രപ്റ്റ് സ്ലോപ്പ് ബ്രേക്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് എറിഡ് റീജിയനും സാവന്ന റീജിയനും തമ്മിലുള്ള ഒരു ട്രാൻസിഷൻ സോണാണ് സെമി എറിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമിഡ് ട്രോപ്പിക്കൽ എന്ന് പറയുമ്പം നോർമലും സാവന്നയും തമ്മിലുള്ളൊരു ട്രാൻസിഷൻ സോണും, സെമി എറിഡ് എന്ന് പറയുമ്പം എറിഡും സാവന്നയും തമ്മിലുള്ളൊരു ട്രാൻസിഷൻ സോണും ആണ്. അപ്പോൾ ഇതിനെ വ്യത്യസ്തമാക്കി മനസ്സിലാക്കുക എന്ന് പറയുന്നത്, ഈ ഒരു ട്രാൻസിഷൻ സോണിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്നും CA കോട്ടൺ അഭിപ്രായപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ CA കോട്ടൻ്റെ 1942 ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മൾ നോക്കിയത്. ഇനി അടുത്തത് കോപ്പണും മോർഫോ ക്ലൈമറ്റിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ 1884 1936 ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പം ഇത് പ്രധാനമായിട്ടും ടെമ്പറേച്ചർ ആൻഡ് പ്രസിപ്പിറ്റേഷൻ ആൻഡ് വെജിറ്റേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. കോപ്പൻ്റെ ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷൻ ടെമ്പറേച്ചറും പ്രസിപ്പിറ്റേഷനും വെജിറ്റേഷനെയും ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതിനോടൊപ്പം തന്നെ ഗിവ്സ് ക്ലൈമറ്റിക് എക്സ്പ്രഷൻ ടു ജിയോമോർഫോളജിക്കലി സിഗ്നിഫിക്കൻറ്റ് പ്രോസസ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷനകത്ത് ജിയോമോർഫോളജിക്കൽ ആയിട്ടുള്ള പ്രോസസ്സുകൾക്കും കൂടി പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം 6 മേജർ റീജിയൻസ് ഐഡൻറ്റിഫൈ ചെയ്തു. ദെൻ അതിനെ പ്രസിപ്പിറ്റേഷൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും അടിസ്ഥാനത്തിൽ സബ് ഡിവൈഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് മേജർ ആയിട്ടുള്ള 6 റീജിയൻസ് എന്ന് പറയുന്നത് ABCDEH ആണ്. അപ്പോൾ A എന്ന് പറയുന്നത് കെമിക്കൽ വെതറിംഗ് കൂടുതലായിട്ട് നടക്കുന്ന സ്ഥലമാണ്. B ഇറോഷനും D ഫ്രോസ്റ്റ് ആക്ഷൻ കൂടുതലായിട്ട് നടക്കുന്ന സ്ഥലവും E എന്ന് പറയുന്നത് ഗ്ലേഷ്യൽ പ്രോസസ്സുകൾ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ H എന്ന് പറയുന്നത് ഹൈലാൻഡ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 6 മേജർ റീജിയൻസിനെ പ്രസിപ്പിറ്റേഷൻ്റെ അടിസ്ഥാനത്തിൽ സ്മോൾ s, W, F, M എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടെമ്പറേച്ചറുകളെ സ്മോൾ a, b, c എന്നിങ്ങനെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് 8 മോർഫോ ക്ലൈമറ്റിക് റീജിയൻസ് ആണ് കോപ്പൻ്റെ മോർഫോ ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷനിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഇത് ക്ലൈമറ്റോളജിയിൽ ദെൻ ഒരു ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കോപ്പൻ്റെ ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പ്രധാനമായിട്ടും 2 മെയിൻ ഗ്രൂപ്പ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് നോൺ സീസണൽ റീജിയൻസും ഉണ്ട്, സീസണൽ റീജിയൻസും ഉണ്ട്. അപ്പോൾ നോൺ സീസണൽ റീജിയൻസ് എന്ന് പറയുന്ന സമയത്ത് ഒരു വർഷം മുഴുവൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോസസ്സ് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നോൺ സീസണൽ റീജിയൻസ് എന്നാണ് വിളിക്കുന്നത്. അതായത് ക്ലൈമറ്റിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം ജിയോമോർഫിക് ആയിട്ടുള്ള പ്രോസസ്സുകൾ ഒരു വർഷം മുഴുവൻ നടക്കുന്ന റീജിയൻസിനെയാണ് നോൺ സീസണൽ റീജിയൻസ് എന്തുകൊണ്ട് അദ്ദേഹം അർത്ഥമാക്കുന്നത്. ഗ്ലേഷ്യൽ, എറിഡ്, ഹ്യൂമിഡ് ട്രോപ്പിക്കൽ റീജിയൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. വളരെ ലോ ആയിട്ടുള്ള ഇറോഷൻ റേറ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. പ്രധാനമായിട്ടും 90 ഡിഗ്രി, 25 ഡിഗ്രി, 0 ഡിഗ്രി ആ ഒരു ലാറ്റിറ്റ്യൂഡിനലിൻ്റെ കോർ സോൺസിലാണ് നോൺ സീസണൽ റീജിയൻസ് റിമൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ദെൻ അടുത്തത് സീസണൽ റീജിയൻസ്. ആ ടേം സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇവിടെ നടക്കുന്ന പ്രോസസ്സുകൾ സ്ട്രോങ്ലി സീസണൽ ആയിരിക്കും, ഹൈ ഇറോഷൻ റേറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ക്ലൈമറ്റിക് ഷിഫ്റ്റിനനുസരിച്ച് ഇവിടുത്തെ സൈസ് ആൻഡ് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ട്രോപ്പിക്കൽ വെറ്റ് ഡ്രൈ, സെമി എറിഡ് റീജിയൻ, ഡ്രൈ കോണ്ടിനെൻ്റൽ, ഹ്യൂമിഡ് മിഡ് ലാറ്റിറ്റ്യൂഡ്, പെരിഗ്ലേഷ്യൽ റീജിയൻ ഇതൊക്കെയാണ് കോപ്പൻ്റെ ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് സീസണൽ റീജിയൻസ് ആയിട്ട് വരുന്നത്. പിന്നെ വരുന്ന മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് J. ട്രൈക്കാർട്ട് ആൻഡ് A. കാലിയക്സിൻ്റെ മോർഫോ ജെനറ്റിക് റീജിയൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ. 1972 ഇത് വരുന്നത്. ഓക്കെ, ഇവരെ ക്ലൈമറ്റിക് ജിയോമോർഫോളജിയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടേഴ്സ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുകയും അതിൻ്റെ ലിമിറ്റേഷൻസിനെ കുറിച്ചും അവർക്ക് ധാരണയുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഒരു മോർഫോജെനറ്റിക് റീജിയനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് ക്ലൈമറ്റിനെ മാത്രം പരിഗണിച്ചു കൊണ്ടുള്ളൊരു പഠനമല്ല വേണ്ടത്, മറിച്ച് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ നമ്മൾ ഫോക്കസ് ചെയ്യണമെന്ന് പറയുന്നു. ഓക്കെ, അതായത് ക്ലൈമറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ
ക്ലൈമറ്റ് മാത്രമല്ല ഒരു ലാൻഡ് ഫോമിൻ്റെ ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്ന ഫാക്ടർ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന കാര്യം. അതിന് പുറമെ ജിയോളജിക്കലായിട്ടുള്ള സ്ട്രക്ചറും റിലീഫും വെജിറ്റേഷനും ആ സ്ഥലത്തിൻ്റെ പാസ്റ്റ് ക്ലൈമറ്റും ആ ലാൻഡ് ഫോമിൻ്റെ ഡെവലപ്മെൻറ്റിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് എന്നും ജെ ട്രൈക്കാർട്ട് ആൻഡ് കൈലക്സ് എന്ന് പറയുന്ന ജോഗ്രഫേഴ്സ് പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്യുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് അവർ സെലക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ ആയിട്ടുള്ള ക്ലൈമറ്റിക് റീജിയൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ദെൻ അതിനകത്ത് ജോഗ്രഫിക്കൽ റീജിയൻസും ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇനി അതിനെ സബ് ഡിവൈഡ് ചെയ്യുന്നത് അവിടുത്തെ പ്രസൻറ്റ് ക്ലൈമറ്റിനെ ബേസ് ചെയ്തിട്ടും പാലിയോ ക്ലൈമറ്റിക് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടും അവിടുത്തെ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുമാണ് ഈ റീജിയൻസിൻ്റെ സബ് ഡിവിഷൻ. ഓക്കെ, അപ്പോൾ മേജർ ഡിവിഷൻസ് മേജർ ആയിട്ടുള്ള ക്ലൈമറ്റിക് റീജിയൻസ് തന്നെയാണ് അവിടെ വരുന്നത്. സബ് ഡിവിഷൻസിന് പ്രസൻറ്റ് ക്ലൈമറ്റും പാസ്റ്റ് ക്ലൈമറ്റും അതുപോലത്തെ അവിടുത്തെ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സും കൂടി ഈ ട്രൈക്കാർട്ട് ആൻഡ് കെയ്ലക്സ് എന്ന് പറയുന്ന ജോഗ്രഫേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1955-65 കാലഘട്ടങ്ങളിൽ അവർ പ്രധാനമായിട്ടുള്ള 4 മേജർ മോർഫോജനറ്റിക് റീജിയൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. കോൾഡ് സോണ്, ഫോറസ്റ്റ് കവേർഡ് സോണ്, എറിഡ് ആൻഡ് സെമി എറിഡ് സോണ്, ഹ്യൂമിഡ് ട്രോപ്പിക്കൽ സോൺ എന്ന് പറയുന്ന 4 സോൺസാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ കോൾഡ് സോൺ എന്ന് പറയുമ്പം ഗ്ലേഷ്യൽ ആൻഡ് പെരിഗ്ലേഷ്യൽ ഏരിയാസ് ആണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഫ്രോസ്റ്റ് ആക്ഷനും ഗ്ലേഷ്യൽ ഇറോഷനുമാണ് ഡൊമിനേറ്റ് ചെയ്യുന്നത്. ദെൻ അടുത്തത് ഫോറസ്റ്റ് കവേർഡ് സോൺ എന്ന് പറയുമ്പം ഇത് മെരി ടൈം ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ്, കോണ്ടിനെൻ്റൽ ആണ്, മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് ആണ്, ഫ്ലൂവിയൽ ഇറോഷൻ ആൻഡ് കെമിക്കൽ വെതറിംഗ് ആണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത്. എറിഡ് ആൻഡ് സെമി എറിഡ് സോൺ എന്ന് പറയുന്ന സമയത്ത് സ്റ്റെപ്പി ടൈപ്പ് ആണ്. ദെൻ ഡെസേർട്ട് ടൈപ്പ് വരുന്നുണ്ട്, സെറോഫൈറ്റിക് റീജിയൻസ് ആണ്. ഓക്കെ, സെറോഫൈറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളമായിട്ട് ഇവാപ്രേഷൻ നടക്കുന്ന പ്രസിപ്പിറ്റേഷൻ കുറഞ്ഞ സ്ഥലത്ത് വളരുന്ന വെജിറ്റേഷനെയാണ് നമ്മൾ സെറോഫൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വിൻഡ് ആക്ഷൻ ആൻഡ് മെക്കാനിക്കൽ വെതറിംഗ് ആണ് പ്രീഡോമിനൻ്റ് ആയിട്ട് ഉള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി ഹ്യൂമിഡ് ട്രോപ്പിക്കൽ സോൺ എന്ന് പറയുമ്പം സാവന്ന ആൻഡ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആണ്. ഇൻറ്റൻസ് ആയിട്ടുള്ള കെമിക്കൽ വെതറിംഗ് ആൻഡ് ഫ്ലൂവിയൽ പ്രോസസ്സുകളാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം ബ്രോഡായിട്ടുള്ള മോർഫോ ക്ലൈമറ്റിക് സോൺസിൽ നിന്നും ട്രൈക്കാർട്ട് ആൻഡ് കെയ്ലക്സ് പിന്നെയും കുറച്ചുകൂടെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മോർഫോ ക്ലൈമറ്റിക് ആൻഡ് മോർഫോ ജെനറ്റിക് റീജിയൻസിനെ അവർ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. ഓക്കെ, ഫ്രം ദസ് ബ്രോഡ് മോർഫോ ക്ലൈമറ്റിക് സോൺസ് ട്രൈക്കാർട്ട് ആൻഡ് കെയ്ലക്സ് ഡെവലപ്ഡ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് വേൾഡ് മോർഫോ ക്ലൈമറ്റിക് റീജിയൻസ് ഇൻ വിച്ച് മോർഫോ ക്ലൈമറ്റിക് ആൻഡ് മോർഫോ ജെനറ്റിക് ഇൻഫ്ലുവൻസ് ആർ നോട്ട് ക്ലിയർലി ഡിസ്റ്റിങ്ക്യൂഷ്ഡ് എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ ഈ പഠനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോർഫോ ക്ലൈമറ്റിക് റീജിയൻസും മോർഫോ ജെനറ്റിക് റീജിയൻസും തമ്മിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു വ്യത്യാസത്തെ ഐഡൻറ്റിഫൈ ചെയ്യാനോ അതിനെ സ്റ്റേറ്റ് ചെയ്യാനോ ഇവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. സോ ഇവരുടെ ക്ലാസിഫിക്കേഷൻ പിന്നീട് ഒരു മോർഫോ ക്ലൈമറ്റിക് റീജിയൻസിന് ഏതൊക്കെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവർ 13 പ്രധാനപ്പെട്ട മോർഫോ ക്ലൈമറ്റിക് റീജിയൻസ് ആണ് ഐഡൻറ്റിഫൈ ചെയ്തത്. ഗ്ലേഷ്യൽ റീജിയൻ, പെരിഗ്ലേഷ്യൽ റീജിയൻ വിത്ത് പെർമാഫ്രോസ്റ്റ്, പെരിഗ്ലേഷ്യൽ റീജിയൻ വിത്തൗട്ട് പെർമാഫ്രോസ്റ്റിൻ്റെ റീജിയൻ ഉണ്ട്, ഫോറസ്റ്റ് ഓൺ ക്വാട്ടേർണറി പെർമാഫ്രോസ്റ്റ് ഉണ്ട്, മെരി ടൈം ഫോറസ്റ്റ് സോൺ ഓഫ് മിഡ് ലാറ്റിറ്റ്യൂഡ്സ് വിത്ത് മൈൽഡ് വിൻറ്റേഴ്സ് ഉണ്ട്, മെരി ടൈം ഫോറസ്റ്റ് സോൺ ഓഫ് മിഡ് ലാറ്റിറ്റ്യൂഡ് വിത്ത് സിവിയർ വിൻറ്റേഴ്സ് ഉണ്ട്, മിഡ് ലാറ്റിറ്റ്യൂഡ് ഫോറസ്റ്റ് സോൺ ഓഫ് മെഡിറ്ററേനിയൻ ടൈപ്പ് ഉണ്ട്, സെമി ഡെസേർട്ട് സ്റ്റെപ്പീസ് ഉണ്ട്. അതിനകത്ത് വരുന്ന ഒരു സബ് കാറ്റഗറിയാണ് സെമി ഡെസേർട്ട് സ്റ്റെപ്പി വിത്ത് സിവിയർ വിൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, ആ പേര് സൂചിപ്പിക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടും വരുന്നത്. ഡെസേർട്ട്സ് ആൻഡ് ഡീഗ്രേഡഡ് സ്റ്റെപ്പീസ് വിത്തൗട്ട് സിവിയർ വിൻറ്റേഴ്സ് ഉണ്ട്, ഡെസേർട്ട്സ് ആൻഡ് ഡീഗ്രേഡഡ് സ്റ്റെപ്പീസ് വിത്ത് സിവിയർ വിൻറ്റേഴ്സ് ഉണ്ട്, സാവന്നാസ് ഉണ്ട്, ഇന്റർ ട്രോപ്പിക്കൽ ഫോറസ്റ്റുകൾ, അസോണൽ മൗണ്ടെയിൻ ഏരിയാസ്, ഇത്രയൊക്കെയാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്തത്. 1965-ലും 1972-ലും ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മാറ്റങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇപ്പം ബഡൽ 1948-ലും 1982-ലും ഒക്കെ മോർഫോ ക്ലൈമറ്റിക് ആൻഡ് മോർഫോ ജെനറ്റിക് റീജിയൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആസ് പെർ ബഡൽ ദ ജോഗ്രഫേഴ്സ് ഹാവ് ഐഡൻറ്റിഫൈഡ് മോർഫോ ക്ലൈമറ്റിക് ആൻഡ് മോർഫോ ജെനറ്റിക് റീജിയൻസ് ഡിഫറൻ്റ്ലി എന്നുള്ളതാണ്. അപ്പോൾ ബഡലിൻ്റെ അഭിപ്രായത്തിൽ ജോഗ്രഫേഴ്സ് മോർഫോ ക്ലൈമറ്റിക് റീജിയനെയും മോർഫോ ജെനറ്റിക് റീജിയനെയും ഡിഫറൻ്റ് ആയിട്ടാണ് കണ്ടിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ചിലരത് സിമിലർ ആയിട്ടുള്ളൊരു പ്രോസസ്സാണെന്ന് പറയുന്നു, ചിലരെ സംബന്ധിച്ച് അത് ഡിഫറൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം മോർഫോ ക്ലൈമറ്റിക് എന്ന് പറയുമ്പോൾ ക്ലൈമറ്റിക് പ്രോസസ്സുകൾക്കാണ് അവിടെ കുറച്ചുകൂടെ ഫോക്കസ് കിട്ടുന്നത്. മോർഫോ ജെനറ്റിക് എന്ന് പറയുന്ന സമയത്ത് അവിടെ നടക്കുന്ന ജിയോമോർഫിക്കൽ ആയിട്ടുള്ള പ്രോസസ്സിനാണ് പ്രാധാന്യം കിട്ടുന്നത്. അപ്പോൾ വിൽസൺ
ഇതിനകത്ത് 5 റീജിയൻസ് ഐഡൻറ്റിഫൈ ചെയ്തു. പെൽറ്റിയർ 8 എണ്ണം ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, ഫ്ലോൺ 8 എണ്ണം, കോപ്പൺ 11 എണ്ണം ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, സ്ട്രോളർ 14 എണ്ണം, ത്രിവാർത്ത 16, തോൺവെയ്റ്റ് 18. ഓക്കെ, അപ്പം കോപ്പൻ്റെയും ത്രിവാർത്തയുടെയും തോൺവെയ്റ്റും ഒക്കെ നമ്മൾ വീണ്ടും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഇത്രയും ക്ലാസിഫിക്കേഷനെയൊക്കെ ചേർത്തുകൊണ്ട് ഒരു എല്ലാവരുടെയും ഒരു അഭിപ്രായത്തെ പരിഗണിച്ചുകൊണ്ട് ഒരു മോർഫോജനറ്റിക് റീജിയൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവില്ല എന്നറിയാം. അപ്പോൾ അതിൽ ഒരുപാട് ഇൻഡെപ്ത് ആയിട്ട് പോകേണ്ട, ഏതൊക്കെയാണ് മോർഫോജനറ്റിക് റീജിയൻസ് എന്ന് മാത്രം ജസ്റ്റ് നമ്മൾ നോക്കിയാൽ മതി. ഒന്ന് ഗ്ലേഷ്യൽ റീജിയൻ, എറിഡ് റീജിയൻ, ഹ്യൂമിഡ് ട്രോപ്പിക്കൽ, ട്രോപ്പിക്കൽ വെറ്റ് ഡ്രൈയും, സെമി എറിഡ് റീജിയണും, അതുപോലെ തന്നെ ഡ്രൈ കോണ്ടിനെൻ്റൽ ഉണ്ട്, അതുപോലെ ഹ്യൂമിഡ് മിഡ് ലാറ്റിറ്റ്യൂഡ് ഉണ്ട്, ദെൻ അതുപോലെ തന്നെ പെരിഗ്ലേഷ്യൽ ആയിട്ടുള്ളൊരു റീജിയണുമാണ് പ്രധാനമായിട്ടും ഇപ്പം നിലവിലുള്ള മോർഫോജനറ്റിക് ആൻഡ് മോർഫോ ക്ലൈമറ്റിക് റീജിയൻസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ചില ജോഗ്രഫേഴ്സിനെ സംബന്ധിച്ച് മോർഫോ ക്ലൈമറ്റിക് ആൻഡ് മോർഫോജനറ്റിക് എന്ന് പറയുന്നത് സിമിലർ ആയിട്ടുള്ളൊരു ടേമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ചില മെജോറിറ്റി ഓഫ് ദ ജോഗ്രഫേഴ്സും മോർഫോ ക്ലൈമറ്റിക്കിനെയും മോർഫോ ജനറ്റിക്കിനെയും രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് പ്രോസസ്സായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ മോർഫോ ക്ലൈമറ്റിക് റീജിയൻസ് ആണെങ്കിലും മോർഫോ ജനറ്റിക് ആയിട്ടുള്ള റീജിയൻസ് ആണെങ്കിലും ലാൻഡ് ഫോമും ക്ലൈമറ്റും തമ്മിലുള്ള ഒരു പരസ്പര ബന്ധത്തെക്കുറിച്ചും എങ്ങനെയാണ് ക്ലൈമറ്റ് ആ ഒരു ലാൻഡ് ഫോമിൻ്റെ എവല്യൂഷനെ, അതിൻ്റെ ഒരു ടൈപ്പിനെ, അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയെ എങ്ങനെയാണ് എർത്ത് സർഫേസിനകത്ത് ക്ലൈമറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുമാണ് ഇത്തരത്തിലുള്ള സബ്ജക്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ജിയോമോർഫോളജിക്കകത്ത് വളരെ വലിയ പ്രാധാന്യം അർഹിക്കുന്നതായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം ജിയോമോർഫോളജിയുടെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ജിയോമോർഫിക്കൽ ആയിട്ടുള്ള പല പ്രോസസ്സുകളെയും സ്വാധീനിക്കുന്ന ഘടകം ക്ലൈമറ്റ് തന്നെയാണ് എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ ലിസണിങ്.